മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടേ. ഇനി പുളിവെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിക്കാം. ഇപ്പം കളർ മാറിയതല്ല, നല്ലൊരു കളറ്. കിഴി ഒഴുക്കൂല കണ്ട, ഒന്നമായി നിൽക്കുന്ന കേട്ടോ. അത് വെണ്ടയ്ക്ക് അങ്ങനെ വരുന്നോണ്ടാണ്. ഇവിടുത്തെ നെതലിങ്ങനെ വരുന്നുണ്ടേ, വേറൊരു കിഴി ഒഴുക്കൂലണ്ട, ഒന്നായി നിൽക്കുന്നത്. ഉപ്പ് വെള്ളം ഒരുപാടുള്ളതുകൊണ്ടേ ഭയങ്കര ഉപ്പില്ല. അടുപ്പ് ശരിക്കും അങ്ങോട്ട് നമ്മളൊരു ഇതിന് കത്തുന്നില്ല, അതാ. ഉരുവാപ്പൊടി ഒരു ശകലം, ഒരു ശകലം. എന്താ കുഞ്ഞ് സ്പൂണാണ് എന്താ കുഞ്ഞ് സ്പൂണാണ്. ഇതിനെ ക്യാമറയിൽ വലുതായിട്ട് കാണുന്നില്ല. എൻ്റെ ക്യാമറയൊക്കെ പണി കിട്ടുന്ന ക്യാമറയാണ്. ഉപ്പ് ഉണ്ടാകുന്ന ഉപ്പ് വേണം. ഇതിൽ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് വലിയ ഉപ്പില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ശകലം ഉപ്പ് പരലണ്ട ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് ചെറിയ തീ കിടന്നൊന്ന് അരപ്പെല്ലാം നല്ല പിടിക്കുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. ഒരുപാട് വെള്ളം ഇല്ലാണ്ട് ഇച്ചിരി ഒന്ന് കുറുവിയിട്ട് നല്ല എരിയോടുകൂടി. അപ്പോൾ പിന്നെ ശരി, നമുക്ക് ഉപ്പുണ്ട് കേട്ടോ, ഉപ്പുണ്ട്, പുളിയുണ്ട്, നല്ല പാകം. തിള നമ്മുടെ തീയിൽ തിള. ഇതങ്ങനെ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല, മനസ്സിലായോ? വെണ്ടയ്ക്ക് അങ്ങോട്ട് വെന്തിറങ്ങിക്കഴിഞ്ഞാൽ കൊഴുപ്പിറങ്ങും. അപ്പോൾ പിന്നെ ശരി, ചെറിയ തീയിലിട്ട് ഒന്നരപ്പങ്ങോട്ട് പിടിച്ചിട്ട് ഉണ്ട്. അപ്പോൾ പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ. ഇതാണ് വെണ്ടയ്ക്ക തീയൽ. ഓക്കെ, ടാറ്റാ.